ഇസ്രായേൽ അച്ചുതണ്ടിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ബെയ്ജിംഗ് പ്രഖ്യാപനം. ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കും വെടിനിർത്തൽ ചർച്ചകൾക്കുമിടെ ഫലസ്തീൻ ഐക്യം സംബന്ധിച്ച ബെയ്ജിംഗ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഫലസ്തീനിലെ പ്രബല ശക്തികളായ ഫതഹും ഹമാസും. അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് ഫലസ്തീൻ ഐക്യം കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെ 3 ദിവസമായി ചൈനീസ് തലസ്ഥാനത്ത് നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേൽ അച്ചുതണ്ടിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന പ്രഖ്യാപനമുണ്ടായത്. മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ ചൈന നടത്തുന്നു എന്നതും പ്രധാനമാണ്. ഡേ ആഫ്റ്റർ പ്ലാൻ, അതായത് യുദ്ധം കഴിഞ്ഞാലുള്ള പദ്ധതിയിൽ ഹമാസിന് ഒരു പങ്കുമുണ്ടാവില്ല എന്ന നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫതഹ് നേതാക്കളും ഹമാസ് പ്രതിനിധികളും ചൈനയുടെ ക്ഷണം സ്വീകരിച്ച് ബെയ്ജിങ്ങിലെത്തുന്നത്. ഔദ്യോഗിക സന്ദർശനം എന്ന നിലയ്ക്ക് തന്നെയാണ് അവരെ അവിടെ സ്വീകരിക്കുന്നത്. അവിടുത്തെ വിദേശമന്ത്രിക്കൊപ്പമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതും. ഫലസ്തീൻ വിമോചനത്തിനുള്ള ചരിത്ര മുഹൂർത്തമാണിതെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. സമഗ്രവും സുസ്ഥിരവുമായ വെടിനിർത്തലിനായി ചൈനയുടെ പിന്തുണയുണ്ടാകുമെന്നും വാങ് യി അറിയിച്ചു. ഫലസ്തീൻ വിഷയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും മികച്ച കരാറാണിതെന്ന് ഒപ്പുവെച്ച 14 പേരിൽ ഒരാളായ ഫലസ്തീൻ നാഷണൽ ഇനീഷ്യേറ്റീവ് സെക്രട്ടറി ജനറൽ മുസ്തഫ ബർഗൂത്തി പറഞ്ഞു. 14 സംഘടനകളാണ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതോടെ ഗസയിൽ ഇടക്കാല ദേശീയ ഐക്യ സർക്കാർ രൂപീകരിക്കുകയാണ് പ്രഖ്യാപനത്തിലെ പ്രധാന തീരുമാനം. ഇടക്കാല ദേശീയ ഐക്യ സർക്കാർ സ്ഥാപിക്കുക, ഭാവി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകീകൃത ഫലസ്തീൻ നേതൃത്വത്തിന്റെ രൂപീകരണം, പുതിയ ഫലസ്തീൻ നാഷണൽ കൗൺസിലിന് കീഴിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ ഇസ്രായേൽ ആക്രമണങ്ങളെ ചെറുക്കുന്ന പൊതുപ്രഖ്യാപനം എന്നിവയാണ് കരാറിലെ 4 പ്രധാന ഘടകങ്ങൾ. നിങ്ങൾ അമേരിക്കയിൽ പോയിരുന്ന് ഡേ ആഫ്റ്റർ പ്ലാനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തങ്ങൾക്കിവിടെയും ഒരു പ്ലാൻ ഉണ്ട് എന്ന് നെതന്യാഹുവിനെ അറിയിക്കുകയാണ് ഫലസ്തീൻ നേതാക്കൾ ഈ പ്രഖ്യാപനം വഴി. ഫലസ്തീൻ ഒറ്റയ്ക്കല്ല. UN സെക്യൂരിറ്റി കൗൺസിൽ അംഗം കൂടിയായ ലോകത്തെ വൻശക്തി രാജ്യം ചൈന കൂടി അവർക്കൊപ്പമുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായ ഒരു ഡേ ആഫ്റ്റർ പ്ലാനുമായി നിങ്ങൾക്ക് പറ്റില്ലെന്ന് ഇസ്രായേൽ ശക്തികൾക്ക് ചൈന നൽകുന്ന മുന്നറിയിപ്പ് സന്ദേശം കൂടിയാണിത്. ചൈനയുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യ നീക്കങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർത്തു. ഹമാസിനെ നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും വെടിനിർത്തലിന് ശേഷം ഗസ ഭരണത്തിൽ ഹമാസിന് ഏതെങ്കിലും വിധത്തിൽ പങ്കുണ്ടെങ്കിൽ അതിനെ എതിർക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഫതഹ് കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ മഹ്മൂദ് അൽ അലൂൽ, മുതിർന്ന ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് തുടങ്ങിയവരും ഈജിപ്ത്, റഷ്യ, അൾജീരിയ എന്നീ രാജ്യങ്ങളിലെ അംബാസഡർമാരും യോഗത്തിൽ പങ്കെടുത്തു. കരാറിലെ എല്ലാ വിശദാംശങ്ങളും ചൈന പുറത്തുവിട്ടിട്ടില്ല. ഹമാസിനും ഫതഹിനുമിടയിൽ രൂപപ്പെട്ട അനുരഞ്ജനം ഫലസ്തീൻ ആഭ്യന്തര വിഷയങ്ങളിലെ അതിനിർണായക മുന്നേറ്റവും വഴിത്തിരിവുമാണ്. 2006 സംഘർഷങ്ങൾക്ക് ശേഷം ഫലസ്തീനിലെ ഏറ്റവും 2 പ്രബല ശക്തികളായ ഹമാസും ഫതഹും ബദ്ധവൈരികളാണ്. 2007 മുതൽ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസിനാണ്. ഇസ്രായേൽ അധിനിവേശ ഭാഗം കൂടി ഉൾപ്പെടുന്ന പടിഞ്ഞാറേക്കരയുടെ നിയന്ത്രണം ഫതഹ് നയിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിക്കാണ്. ലോകരാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണം എന്നതും കൂടിയാണ് ചൈനയുടെ ഈ നീക്കം. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തീവ്രവാദികളെന്ന് മുദ്രകുത്തിയ ഹമാസിനെ ചൈന അംഗീകരിക്കുന്നു, റഷ്യ അംഗീകരിക്കുന്നു. ഹമാസിനെ തീവ്രവാദ സംഘടനയായി കാണുന്നില്ല എന്ന് മാത്രമല്ല, ഫലസ്തീൻ പ്രശ്നത്തിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയാണ് ഹമാസ് എന്ന് അമേരിക്കയെയും യൂറോപ്യൻ ശക്തികളെയും ബോധ്യപ്പെടുത്തുകയാണ് ചൈന. അമേരിക്കയിൽ മത്സര രംഗത്തു നിന്ന് ജോ ബൈഡൻ പിന്മാറിയ സമയത്താണ് ഈ നീക്കമെന്നതും പ്രസക്തമാണ്. കമലാ ഹാരിസിനെ തള്ളി അമേരിക്ക വീണ്ടും ട്രംപിനെ തെരഞ്ഞെടുത്താൽ ഒരുപക്ഷെ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയും നിരീക്ഷകർ കാണുന്നുണ്ട്. ഏതായാലും ഐക്യ സർക്കാർ എന്നത് ഫലസ്തീൻ രാഷ്ട്രീയത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ മാത്രമല്ല, അവരൊന്നിച്ചു നിന്നാൽ വിദൂര ഭാവിയിലും അത് ഫലസ്തീൻ എന്ന കുഞ്ഞു രാഷ്ട്രത്തിന് പുതുജീവനേകുമെന്നതും തീർച്ചയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.